ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കൈമാറാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കൈമാറാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ഊരാളന്മാരായ എടത്തിൽ തറവാടിനെയും ഊരാളന്മാരെയും ക്ഷേത്ര സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ട്രസ്റ്റ് നിലനിൽക്കെ ചിലർ ക്ഷേത്രം ദേവസ്വം ബോർഡിന് കീഴിലാക്കാനുള്ള നീക്കം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും ക്ഷേത്രത്തിലെ വരുമാനങ്ങളുടെ സ്രോതസ് പൊതുജനങ്ങളെ അറിയിക്കണമെന്നും ഇപ്പോൾ സുതാര്യത നഷ്ടപ്പെട്ടതായും ട്രസ്റ്റ് ഭാരവാഹികൾ ആരോപിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം സ്വന്തമാക്കാനുള്ള ചില താൽപര്യ കക്ഷികളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എടത്തിൽ തറവാട്ടിലെ മുതിർന്ന കാരണവരായ പ്രഭാകരൻ നമ്പ്യാരെ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഒഴിവാക്കിയതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. നിലവിലുള്ള ക്ഷേത്ര കമ്മിറ്റിക്ക് നിയമപരമായ സാധ്യത ഇല്ലാത്തതിനാലാണ് ക്ഷേത്രം ഊരാളന്മാരായ എടത്തിൽ തറവാട്ടുകാർ ഭക്തജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിച്ചതെന്നും ഇവർ പറഞ്ഞു. ഈ ക്ഷേത്ര ഭരണം ദേവസ്വം ബോർഡിന് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് അതിനെതിരായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒന്ന്, പിന്നെ ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലെത്തണം. ഇതിൻ്റെ കണക്ക്, ഈ ക്ഷേത്ര വരുമാനത്തിൻ്റെ വ്യക്തമായ കണക്കുകൾ ജനങ്ങൾ അറിയണം. പിന്നെ ഈ അൺഓതറൈസ്ഡ് കമ്മിറ്റി, നിർജീവമായിട്ടുള്ള ഈ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് പുതിയൊരു സംവിധാനം ആവശ്യമാണ് ക്ഷേത്രത്തിന് മുന്നോട്ട് പോകാൻ. അത് നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല? സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾ അറിയേണ്ടത് സാർ. അത് സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഇതിൻ്റെ കണക്കുകൾ അറിഞ്ഞാൽ മതിയോ? നമ്മളുടെ എല്ലാ മഹാക്ഷേത്രങ്ങളുടെ വികസനത്തിൻ്റെ പിന്നിലും ജനങ്ങളാണ്. അവരുടെ വേർപ്പൊഴുക്കിയുള്ള പൈസയാണ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടിടുന്നത്, അത് മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങൾക്കത് അറിയാനുള്ള അധികാരമില്ലേ? പിന്നെ ഇതിൻ്റെ ഊരാളന്മാർ എന്ന തരത്തിൽ സാർ ഇപ്പോൾ ഈ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ക്ഷേത്രം ഓർക്കാട്ടേരി ഇടംവക എല്ലാ വർഷവും വരെ അടിച്ചു കീക്കും. ഓർക്കാട്ടേരി ഇടംവകയുള്ള കിണർ, കുളം, ക്ഷേത്ര സ്ഥലങ്ങൾ മുതലായ എല്ലാം ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് ക്ഷേത്രം നോക്കി നടത്തും. പിറ്റേത്തെ വർഷവും അതും. ഒരു പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടുള്ള അധികാരം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെല്ലാ വർഷവും നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രീയം അവരാണ്. പിന്നെ വേറെ ഒരു ചോദ്യം ചോദിച്ച് പഞ്ചായത്തിനെതിരാണ്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. വ്യക്തമായി ഇതിൻ്റെ കണക്കുകൾ യാഥാർത്ഥ്യങ്ങളും വരുമ്പോൾ ജനങ്ങളിലേക്ക് അത് സത്യസന്ധമായിട്ടുള്ള സംഗതികളെത്തും. ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയല്ലേ സാർ. അപ്പോൾ ഒറ്റ വാക്കിന് നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നമ്മളെ കാരണവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമുക്കെതിരായിട്ട് തന്നെ ഒപ്പിടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ കാരണവർ തന്നെ ഒപ്പിട്ട് കൊടുത്ത് ഊരാളില്ല ക്ഷേത്രത്തിന് എന്നത്. ഒരു 6 മാസം മുന്നേ ഇയാൾ വെള്ളികുളങ്ങര ബാങ്കിൽ കൊണ്ടുപോയിട്ട് സർ വൺ സെക്കൻഡ് വെള്ളികുളങ്ങര ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു പേപ്പറിൽ ഒപ്പിടിച്ചാണ് ഞാൻ രാജിവെക്കുന്ന പ്രസിഡന്റ്. ഇതൊക്കെ വളരെ മുൻപേ തന്നെ. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.